അക്ഷരത്തെറ്റില്ലാണ്ട് എപ്പോൾ എഴുതണോ അപ്പോൾ എന്നെ ഇവിടുന്ന് വിടും. എഴുതട ഇരുന്നിട്ട് ഒന്നും കൂടി. അങ്ങളെ ഈ വീടാതെ ആ അങ്ങളെ അവനെ പിടിച്ചോണ്ട് പോയത്. എന്താടാ എന്താ പറ്റി? പേര് ക്ലീറ്റോ എന്ന് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എവിടെയോ പരിചയമുള്ള പേര്. നീ എന്താണ് ഇവിടെ? നീയായിരുന്നു ഈ നാരായണൻകുട്ടി ഞാൻ ഫോണിൽ സംസാരിച്ചത് എന്നോടായിരുന്നു സംസാരിച്ചത്. അത് കലക്കി മനസ്സിലായില്ലോ നിനക്ക്? എടി നമ്മുടെ കൂടെ പഠിച്ച 6ാം ക്ലാസ് വരെ നമ്മുടെ കൂടെ പഠിച്ചതാ നാരായണൻകുട്ടി. ഓ പഠിക്കണ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായ തല്ലിപ്പൊളിയായിരുന്നു. അത് ശരി. അപ്പൊ പിന്നെ ഇയാളുടെ മകൻ ഇതിലും അപ്പുറം ചെയ്യാൻ. പിന്നെ 6 കഴിഞ്ഞവും പഠിത്തം നിർത്തി. എന്നിട്ട് മാലി പോയി അല്ലടാ? ഇല്ല, മലേഷ്യയില്. അവിടുത്തെ പരിപാടി എക്സ്പോർട്ട്. എന്നാലും ഭയങ്കര സെറ്റപ്പായി. മികച്ചോട്ടോ. അപ്പൊ നിന്റെ മോനാണ് ഇവൻ അല്ലേ? എന്റെ മോൻ എന്താ? ഒന്നുമില്ല. ഈ ഗുണ്ടായതാണ്. ഇതെന്റെ വീട്ടിന്റെ അടുത്തുള്ള എന്റെ ഫ്രണ്ടിന്റെ മോനാ. അതെയോ? കുഴപ്പമില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഒന്നുമില്ല. ഞാന് പുറത്തോട്ട് പോയി ഇറങ്ങിയപ്പോ ഇവന്മാർ 2ആളും കൂടെ സൈക്കിളിൽ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവനെയൊക്കെ പിടിച്ചു. ഇവനെ പിടികിട്ടി. പക്ഷെ ഇവൻ പേടിച്ചോടി കളഞ്ഞു. ഞാൻ പേടിച്ചോടി കളഞ്ഞൊന്നുമല്ല, ഞാൻ വെറുതെ ഓടിയതാ. ആള് മിടുക്കനാണ് കേട്ടോ. എന്തെങ്കിലും വിഷയം? ഒന്നുമില്ലളിയാ. ഇവനുണ്ടല്ലോ, ഇവര് ഒരുമിച്ച് പഠിക്കാ സ്കൂളില്. ഇതെന്റെ മോളാ. ഇവര് ഒരുമിച്ചാ പഠിക്കണേ. അപ്പൊ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവക്ക് ലവ് ലെറ്റർ എഴുതി കൊടുക്കാറുണ്ട്. ഇവനോ? എന്റെ മോനോ? പിന്നല്ലാണ്ട് വെറുതെ പറയണം. ഇത് കാര്യമായിട്ട് വെറുതെ പറയണം. ഇവിടെ ഗോവിന്ദൻകുട്ടി ഇവനാണല്ലോ. ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, എഴുത്ത് ഇവിടെ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ കാണിച്ചു തരാം. കംപ്ലീറ്റ് അക്ഷര തെറ്റാ, നിന്നെ പോലെ തന്നെ. എന്റെ പൊന്നളിയ വീട്ടിൽ പാവയെ പോലെ പമ്മയിരിക്കുന്ന ഭയങ്കര നാണക്കാരനാ. മോഹമുണ്ടല്ലേ ഇവനോ? ഏയ് അതൊന്നുമല്ല. എന്നാ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി കഴിഞ്ഞാൽ പുലിയാ കേട്ടോ. ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാ. ആണോടാ? നീ ലവ് ലെറ്റർ കൊടുത്തോടാ? എഴുതിയില്ല, പക്ഷെ എങ്ങനെ കൊടുത്തോ? ഇല്ലേ? കൊടുത്തോ? എന്താണത്? ചുമ്മാ അതൊക്കെ എന്ത്? ഇതൊക്കെ പിള്ളേർ കളിയായിട്ട് എടുക്കണ്ടേ? പിന്നല്ലാതെ ആ ചെറിയ പ്രായത്തില് പിള്ളേർ മക്കളെ ഒന്നുമല്ല. ചുമ്മാ അതെ, നമ്മളെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് വേണം കാണാൻ കേട്ടോ. എന്തായിട്ട്? ഫ്രണ്ട്സ് ആയിട്ട് കാണണം. ഇപ്പം നമ്മൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. നല്ലപോലെ പഠിച്ച് നല്ല മാർക്കെല്ലാം വാങ്ങി വലിയ ജോലിയൊക്കെ കിട്ടി നല്ല ഉദ്യോഗസ്ഥനായിട്ട് അച്ഛൻ്റെ മുമ്പിൽ വന്ന് ഷൈൻ ചെയ്യണ്ടേ? കണ്ടില്ലേ, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. അച്ഛൻ നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ പോലും ഇപ്പം നല്ല നിലയിൽ എത്തിയില്ലേ? അപ്പോൾ അതുകൊണ്ട് മോൻ നല്ല നിലയിൽ പഠിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അക്ഷയനോട് ദേഷ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഒരു കാര്യം ചെയ്യും, ഒരു കൈ അങ്ങോട്ട് കൊടുത്തേ. അക്ഷയ്ക്ക് ഒരു കൈ അങ്ങോട്ട് കൊടുത്തേ. എനിക്ക് എന്നാ പിന്നെ ഇന്ന് മുതൽ നിങ്ങളൊക്കെ എന്താണ് നല്ല ഫ്രണ്ട്സ്. ഓക്കെ. Alien versus Alien.